പെണ്ണുങ്ങളൊന്നും ശ്രദ്ധിക്കൂല. അവരൊക്കെ ഇങ്ങനെ വേറെ അനങ്ങിയാ പോരെ പോകും. എന്താ ചെയ്യാ? ഒരേ നമ്മളെ പോരെ വൃത്തിയാക്കാൻ മതി. എന്ത് പെണ്ണുങ്ങളാണ്. അലാക്കിന്റെ ചൂടും. ആ എന്താണിത്? അല്ല ഇതാരാണിത്? നാദിറ? എല്ലായിടും ഈ ഇതിങ്ങനെ ഇടക്കിടക്ക് വരുന്ന പണി തന്നെയാണ്. എന്താ എന്റെ പ്രശ്നം? നാദിറ, ഏയ് കാക്കേ കാക്കേ വന്നിക്കണ. അവളെ പ്രശ്നം എന്താന്ന് കേക്കി. ഞാനേ അവിടെ നിക്കൂല. എന്റെ മക്കളിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുക. കേസ് കൊടുക്കാൻ പോവേ? ഓലിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുക. ഓലെ ചീത്ത അറിയാൻ പറ്റൂല, തല്ലാൻ പറ്റൂല. എപ്പോഴും ഇങ്ങനെ എന്നെ കുറ്റം പറഞ്ഞോണ്ട് ഓല് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞങ്ങള് കേസ് കൊടുക്കും. ഞങ്ങള് ഇപ്പൊ ഏതോ ഒരു നമ്പറൊക്കെ വന്നില്ലേ ഈ മക്കളെന്തോ ചീത്ത അറിയോ തല്ലൊക്കെ ചെയ്താല് ആ ഏതോ നമ്പറ് ഇതൊക്കെ. അത് എന്താ ഒരു ചൈൽഡ് സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കുന്തണ്ട്. ഇപ്പോ തന്തക്കും തള്ളക്കും മക്കളെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നിനും പറ്റൂല. ഈ ഒരു കാര്യം ചെയ്തൂടെ? അനക്കെന്റെ ടീച്ചർമാരും മാഷന്മാരൊക്കെ ഇല്ലേ സ്കൂളില്, അവരോട് പറഞ്ഞൂടെ? അത് നല്ല കാര്യമായി. ഇപ്പൊ ടീച്ചർമാർക്ക് വടി കൊടുക്കാൻ പറ്റുമോ? ടീച്ചർമാർക്ക് കുട്ടികളെ തല്ലാൻ പറ്റുമോ? പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു? നമ്മൾ പഠിച്ച കാലല്ലല്ലോ, അന്നത്തെ കാലല്ലല്ലോ ഇന്നത്തെ കാലോ. അന്ന് തല്ലിട്ട് പഠിച്ച് സ്കൂളിൽ പോക്കില്ല. ഇപ്പൊ പിള്ളേരും ടീച്ചറെ മാഷം തല്ലാനായിട്ട് സ്കൂളിൽ പോവാ. അതാണ് കാലം. അതിന് സംരക്ഷണം. ഓൽക്കപ്പോ സംരക്ഷണം മുഴുവനും. ഓലോട് പഠിക്കാൻ പറഞ്ഞാ ഓല് പഠിക്കൂല. മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞാ പോലെ അത് ചെയ്യാണ്ടൊക്കൂല. ഏത് നേരം മൊബൈലും കുത്തി. ഇപ്പൊ നമ്മള് ഓരോ ടിവിയിലൊക്കെ ഓരോ വാർത്ത കേൾക്കുന്നല്ലേ ഈ മക്കളെങ്ങനെ വീടിന്റെ അടുത്തൂടെ അല്ലെ പീടിയന്റെ അടുത്തൂടെ ഐസും മുട്ടായും അതും ഇതും ഗുളിയെ ഒക്കെ ആയിട്ട് വരുന്നോലില്ലേ, മക്കളെ പിടിച്ചുകൊണ്ട് വരുന്നോലില്ലേ. നമ്മള് നല്ല അല്ലേ പറഞ്ഞു കൊടുക്കുക മക്കൾക്ക്. ഓൾ ഇപ്രാവശ്യം വന്ന എന്തായാലും നല്ലൊരു കാര്യം പറഞ്ഞിട്ടാണ്. കാരണം ഓൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണക്കിനാണ് പാഞ്ഞെത്തി. ഇത് നല്ലൊരു കാര്യത്തിനാണ് പണി വന്നിക്കണത്. മിണ്ടൂല. അളിയനാണ് വിളിക്കണത്. എന്താ നാദർ ഇവിടെ വന്നിക്കണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ശരി, അളിയ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കാക്കാ. ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഓനിങ്ങോട്ട് വന്നോട്ടെ, പിയാപ്പിള ഇങ്ങോട്ട് വന്നോട്ട് കേട്ടോ. അതാ പിയാപ്പിളല്ലേ വരുന്നത്. എന്താ പിയാപ്പിള പ്രശ്നം? അത് കുട്ടികളോളെ നമ്മള് പ്രശ്നമാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഓള് ഇവിടെ നിൽക്കുന്നത് എല്ലാ നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റൂല മക്കളെ. അത് ഓൾ തന്നെ പറഞ്ഞ് ശരിയാക്കും കുട്ടികളെ. ഓളാണ് 24 മണിക്കൂറും മൊബൈലില് യൂട്യൂബിലൊക്കെ കളിച്ചു മാറിയിട്ട് കുട്ടികളാണ് പറഞ്ഞേക്കാതായി. മക്കളോട് ഒരല്പം സ്നേഹത്തിലൊക്കെ പെരുമാറും പിടിക്കൊക്കെ പോണം. നിങ്ങൾ 24 മണിക്കൂറും മൊബൈലിൽ പിയാപ്പിളയും പിയാറ്റാറും കൂടെ ഇങ്ങനെ കുത്തി കളിച്ചാൽ നടക്കുമോ? അതൊക്കെ ഓളോട് പറഞ്ഞാൽ മതി. ഓൾ കടിച്ചു കീറിയ കുട്ടികളോട് സംസാരിക്കുക. അങ്ങനെ കുട്ടികളെ കാണാത്ത സ്നേഹത്തോടെ സംസാരിച്ചാലേ റെഡിയാവും. എന്റെ ഭാര്യ പറഞ്ഞാല് അനുസരിക്കുന്ന മക്കളാണ് അത്. അവരെ കൊണ്ടൊന്ന് പഠിപ്പിക്കുക. അത് അളിയന്റെ അളിയൻ പറഞ്ഞ നിങ്ങൾ ലൈലനെ കൊണ്ട് സംസാരിപ്പിച്ചാൽ. ഞാൻ പഠിപ്പിച്ചോളാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ. ഒരു കാര്യം ചെയ്യ്, പണ്ടത്തെ കാലമൊന്നല്ല. മക്കളോട് കുറച്ച് നയത്തിലും മയത്തിലൊക്കെ നിന്ന് അവരോട് സംസാരിക്കാനുള്ള നേരമൊക്കെ കണ്ടുവെക്കണം. ഇതൊന്നും പറയണ്ട. ഏതായാലും വന്ന് ഇന്ന് വന്നതല്ലേ, നാളെ പോവാ. മക്കളെ ഇങ്ങോട്ട് വിളിച്ചോളി പിയാപ്പിളെ. അതാ നല്ലത്. അളിയന്റെ അളിയാ ലൈലനെ ഇങ്ങോട്ട് വരാൻ പറയും. നമുക്ക് സംസാരം ഇവിടെ വെച്ചിട്ടാക്കാം. ആയിക്കോട്ടെ. നമ്മളെ മൂക്കുമൽ ദേശീയുള്ള പെങ്ങളെ സ്വഭാവം നമുക്ക്